അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂജയോടെ തന്നെ ജീവിപ്പിക്കാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഉച്ച വ്ളോഗാണ്. ഇപ്പം ഞാൻ നല്ല മടിച്ചേട്ടൻ്റെ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് മടിച്ചോണ്ടല്ല ഓടിച്ചിട്ട് തലയ്ക്ക് സുഖമില്ലാതൊക്കെ പൂജ അങ്ങനെയല്ല, നീക്കാൻ വേണ്ടി നേരവും വൈകി. പിന്നെ രാവിലത്തെ എല്ലാ ഷെഡ്യൂളിനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ ദിവസമായിരുന്നു. അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ലോങ് വീഡിയോയിൽ വെറുതെ കുത്തിക്കേട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇല്ല അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നു. കുഴപ്പമൊന്നും ഇരിക്കട്ടെ, എനിക്ക് നല്ല കുറവുണ്ട്. നമ്മുടെ വളാഞ്ചേരി വിനോദ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബസമേതം അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണിച്ചിട്ട് നല്ല കുറവുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും കാണിച്ചു. അപ്പം ഇനി ഒരു 15 ദിവസം മരുന്ന് കൂടെ ഉണ്ട്. എനിക്ക് ആ ഒരു നീർക്കെട്ടിൻ്റെ ഭയങ്കര അസ്കിതുണ്ട്. പിന്നെ BP കൂടെ പുറപ്പാണ്. അങ്ങനെ ഈ ഒരു കൈൻ്റെ ഇവിടെ എവിടെയോ വെച്ച് കുത്തിയതാണ് കേട്ടോ. അതിൽ ഞാൻ ഇങ്ങനെ വയ്യാതെ നമുക്ക് ഇങ്ങനെ നോക്കുള്ളൂ ഗൂഗിളിലും നമ്മുടെ യൂട്യൂബിലൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓരോ സിംറ്റംസ് വരുമ്പോൾ നമുക്ക് കിഡ്നിക്ക് ബാധിച്ചാൽ എന്നൊക്കെ കുറേ കണ്ടിക്കാം. ആകെ കൂടെ അങ്ങനെ കുറേ ഞാൻ നോക്കിയിട്ട് എനിക്ക് വയ്യായി വിളിച്ചു വരുന്ന ആളാട്ടോ. ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും എത്ര കയ്യിലുള്ളത് ഇടലേട്ടാ. ഇത് ഞാൻ ഇത്ര കയ്യിലുള്ളത് ഇടല് കുറവല്ല. അപ്പം ഇതിൽ പൂജയ്ക്ക് കണ്ടപ്പോൾ പറയാം അത് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിട്ടല്ലേ എന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് വയ്യായി വിളിച്ചു വരുന്ന ആളാണ്. പക്ഷെ ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലതല്ലേ വയ്യായി മാറി കഴിഞ്ഞാൽ. വയ്യായി വരുമ്പോഴേക്ക് വലിയ പേടിയാണ് കേട്ടോ. അതെന്താന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെയാണ് പൂജ അങ്ങനെ തന്നെയാണ്. ആദ്യം സെർച്ച് ചെയ്യും. ഇപ്പോഴത്തെ വലിയ ധൈര്യമായിട്ട് പറയും അങ്ങനെയൊന്നും നോക്കരുത് മോളോ, അതൊന്നും പാടില്ല. എന്നിട്ട് ആൾക്ക് എന്തെങ്കിലും വന്നാൽ ആദ്യം നോക്കും. ഗൂഗിൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകും. അപ്പം നമ്മൾ പോയിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കപ്പ, ഒന്ന് നല്ലൊരു കപ്പ കുത്തി കാച്ചിയതും ചായ കുടിക്കണം. പിന്നെ ഇതാ ഈ തക്കാളിക്കും വെല്ലുവിളിക്കും നമ്മുടെ വീട്ടിൽ നല്ല ചിലവാ. അപ്പം അത് കാരണം കഴിഞ്ഞിരുന്നോടാ. അപ്പം അത് മേടിച്ചു. ഇനി ഇതൊക്കെ നമുക്കൊരു പാത്രത്തിൽ വേഗം ആക്കണം. നമ്മൾ ഞാൻ മേടിച്ച ചിക്കനിൽ ഇത്തിരി കുഞ്ഞനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളൊരു ചാറുകറി വെക്കും. എങ്ങനെ ഉണ്ടായില്ല, ഒരു ഉപ്പേരി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ അത് ആദ്യം ഒന്ന് ഒതുക്കി വെക്കാം. ഇന്നലെ ഞാൻ കുറച്ച് വയ്ക്കുന്ന സമയത്ത് ഇന്നലേക്ക് ഉറക്കം വരാനിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് കിടന്നിട്ട് ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടാണ്. കണ്ണൻകുട്ടി ഞങ്ങൾ കൂടെ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് 3 മണിക്ക് ലൈവ് പോവാ. അത് വരെ ഒന്ന് കിടന്നുറങ്ങിക്കോളാം പറഞ്ഞ് ചെക്കനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടില്ലേ. ഞാൻ നീട്ടത് 4:30. ആ ലൈവും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഉറങ്ങിയിട്ട് എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. എന്നിട്ട് ഇവരൊക്കെ നല്ല മൂടിപ്പോച്ച് കിടന്നുറങ്ങി. അപ്പം ഞാൻ കുറച്ച് ചെറുള്ളി എനിക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവരികയാണോ മോനെ? കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് ഇതാക്കാം. മല്ലിച്ചപ്പ് നമുക്കൊരു ഇതില്ലാത്തൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കാം അല്ലേ. പൂജയ്ക്ക് ഇന്നും ലീവാക്കിയിട്ടാവും. അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്കും, ഒന്ന് ശ്രദ്ധിക്കേ, വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷെ മക്കളെ ഞാൻ വീഡിയോസും കാര്യങ്ങളും വയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് നീ വയ്യാത്ത പോലെ ഇരിക്കണം. ഓക്കെ ശരിയാ. പക്ഷെ ഞാൻ ഇത്രയും ദിവസം ആക്കി വെച്ചത് മൊത്തം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ മൊത്തത്തില് വ്യൂസിനെ ബാധിക്കും. നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒരു ഏണിങ്സ് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഒരുപാട് പ്രതീക്ഷയിൽ തുടങ്ങണല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ വയ്യാന്നും പറഞ്ഞിരുന്ന് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അതിൻ്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്നെ വിചാരിച്ചാലും പിന്നെ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അത് കാരണമാണ് ഞാൻ കുറച്ച് മതി ലെമനോപ്പേരി വെറുതെ ഉണ്ടാക്കിയിട്ട് പിള്ളേർ കഴിക്കൂല, നാശാക്കണ്ട, തിരുമതിയില്ലേ ഇതൊരു കാര്യത്തിലൊക്കെ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വയ്യാതെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ശരിയാവും. ഒന്നും കൂടെ വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട. ഇത്രയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലേ. ഇതിലുണ്ടാകുമ്പോൾ ഉണ്ടാക്കി തരാം. എവിടെന്നാ കിട്ടി? ഇത് മുന്നേ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ അങ്ങോട്ട് ഒതുക്കി വയ്ക്കാം. അയ്യോ കൊള്ളില്ലേ. ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പും വേപ്പിലൊക്കെ അങ്ങനെ വെച്ചാൽ കുറേ അന്നാള് അവിടുത്തെ താത്ത നമ്മുടെ നെയ്ബർ താത്തല്ലേ ഓണത്തിന് തന്നതായിരുന്നു കേട്ടോ വേപ്പില. അത് വരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പൊന്നെ കരളയിച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കാം. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടില്ലേ പെട്ടെന്ന് പോയി പിച്ചാൻ വേണ്ടി പറ്റില്ലല്ലോ. മറ്റേ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു ഇത് അല്ലേ പൂജിക്കാൻ.
ലീവാക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഷാജേട്ടനും ചീത്ത പറയും കേട്ടോ, വയ്യാതിരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോകണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലീവാക്കാൻ പറഞ്ഞതാണ് അവിടെ പോയിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ ക്ലാസ് ലീവാക്കുമ്പോഴും സംഭവം ചെയ്യാൻ പാടാണ്. അല്ലാതെ നമ്മൾ ഈ ഒറ്റയ്ക്കുള്ളവർ വേറെ ഓപ്ഷനൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കഴിഞ്ഞ് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ളൂ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്, അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇത് പറഞ്ഞ പോലെ ടെൻഷൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോണ പറയാണോ, ഡോക്ടർ പറഞ്ഞത് മൊത്തം പറയണില്ലേ എന്നുള്ളൊക്കെ ഒരു സമാധാനക്കേടിൽ അമ്മയും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യം. നമുക്കത് ആദ്യം അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം ഞാൻ ഇനി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് അറിയാൻ അറിയില്ല. അപ്പോൾ വേഗം ഫുഡും ഒക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പം നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ മണിക്കൂർ നേരം ഞാൻ നിന്ന് കളയും. അപ്പോൾ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ലോങ് ആവും, അപ്പം നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് ഞാൻ വേഗം അത് നിർത്തിയിട്ട് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, അസുഖം മാറിയപ്പോൾ തന്നെ പകുതി എനിക്ക് ഒരു സമാധാനം കേട്ടോ. മറ്റത് എനിക്കില്ലേ, ഞാൻ കിളിപോയ ഒരവസ്ഥയിലായിരുന്നു. ദൈവം എനിക്ക് എന്തായിരുന്നു തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പകുതിയോളം ആശ്വാസം വന്നാൽ തന്നെ എനിക്ക് 10 തലെടുത്ത പോലെയാണ് കേട്ടോ. പിന്നെ എനിക്ക് മല മറച്ചങ്ങോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയും ടെൻഷനും ആളലും സങ്കടവും ഒക്കെ കൂടെ, എനിക്ക് കുഞ്ഞതായിട്ട് വയ്യെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും സങ്കടവും ഒക്കെ കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നടന്ന് ഇങ്ങനെ പാമ്പർ ചെയ്യാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും വേറെയാണ്. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കണം, വയ്യേ അങ്ങനെ ചോദിച്ചാൽ മതി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ എന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കണമെന്നോ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി. എനിക്ക് വയ്യേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആയില്ലേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ്. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തതുകൊണ്ടുള്ള ടെൻഷൻ വേറെ ഉണ്ട് കേട്ടോ. പിള്ളേർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ 2 ദിവസം ലീവാക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി 2 ദിവസം അവരുടെ ആർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ശനി ഞായറൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും വയ്യെങ്കിലേ ഞാൻ അവരെ ലീവാക്കി ഇരുത്താറുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ആ സമയത്ത് പേടിയാവും കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. ഒട്ടും വയ്യെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പാടാം. അല്ലെങ്കിൽ പിന്നെ എനിക്കിനി എങ്ങനെയായാലും എനിക്ക് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അസുഖവും കാര്യങ്ങളൊക്കെ ദൈവം എത്തിച്ചിട്ട് ഭേദമായിട്ടുണ്ട്. അതിപ്പോൾ വരും പോവും, മനുഷ്യൻ്റെ കാര്യമല്ലേ. എപ്പോഴാണ് നമുക്ക് അസുഖം വരാമെന്നോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്താലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അരിഞ്ഞ് പെറുക്കി വെച്ചു. ഉപ്പേരിയിലേക്കുള്ളതും ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അരിയലും പെറുക്കലും കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യൽ കഴിയണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് സവാള കട്ട് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു, പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചു, തക്കാളി കട്ട് ചെയ്ത് വെച്ചു, ഉപ്പേരിയിലേക്കുള്ളതാക്കി വെച്ചു, ചിക്കൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ എപ്പോഴത്തെയും പോലെ തന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക പൊട്ടിക്കും. എനിക്ക് അതിൻ്റെ സ്മെല്ലും ഫ്ലേവറും നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് സവാള ഇട്ട് കൊടുത്തു. ഇപ്പോൾ കുറച്ച് മടിയുള്ളതുകൊണ്ട് കൊണ്ടും വയ്യാത്തതുകൊണ്ടും ചെറുള്ളീനെ ഞാൻ ആശ്രയിക്കാറില്ല. ചെറുള്ളി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും മീറ്റ് ഐറ്റംസിലേക്ക് മൊത്തത്തിൽ ഞാൻ അധികം ചെറുള്ളിയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയ്യ, അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സവാളയിലേ അങ്ങോട്ട് പോട്ടെ വിചാരിച്ചു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മീറ്റ് ഐറ്റംസ് എന്ത് വെക്കുകയാണെങ്കിലും ഫിഷ് കറിയിൽ ഇപ്പം നമ്മൾ പുളി ഒഴിച്ചിട്ടില്ലേ പിടി, അത് പിന്നെ ചൂടുവെള്ളത്തിൽ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്താക്കുക വെച്ചാൽ ചൂടുവെള്ളമാണ് മീറ്റ് ഐറ്റംസിൽ കറി ചാറിലേക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുക. അടിപൊളി, പച്ചവെള്ളത്തിനെക്കാട്ടിലും ഇത്തിരി കൂടെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ രാവിലത്തെ കുറച്ച് കാപ്പി ബാക്കി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. തൊണ്ടയ്ക്ക് മൊത്തത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ കൊണ്ടാണ് തോന്നുന്നു നമുക്കിങ്ങനെ ഇടയ്ക്ക് പനിക്കണ പോലെയും തൊണ്ടയ്ക്ക് ഒരു കിച്ചും തലവേദനയും ഒക്കെ കൂടെ മൊത്തത്തിൽ ഒരു പോയി കിടക്കണ ഒരു സമയം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചൂടുവെള്ളം കുടിക്കണം. ചായക്ക് ഞാൻ പറഞ്ഞില്ലേ, ചായ കാപ്പി ഈ സംഭവത്തിൽ ഞാൻ നല്ല അഡിക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ കേട്ടോ ഇത്രയും ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്. മറ്റത് എൻ്റെ ലൈഫിൽ ഒരു നേരം എനിക്ക് ചായ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വർക്ക് ചെയ്യാൻ പോയ സമയം മുതലാണ് ഒരു ഗ്ലാസ്സെങ്കിലും ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇപ്പം ഇല്ലേ, ഒരു ഗ്ലാസ് പോയിട്ട് 2-3 ഗ്ലാസ്സൊക്കെ ഒരു ദിവസം കുടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയും തക്കാളിയും സംഭവങ്ങളൊക്കെ വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും ഗ്രേവിക്ക് അനുസരിച്ചൊക്കെ പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എനിക്കനുസരിച്ചുള്ള പൊടികളും കാര്യങ്ങളും ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ ചിക്കനും കിഴങ്ങും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാനൊരു 5 മിനിറ്റിൻ്റെ മേലെ ഒന്നിങ്ങനെ അടച്ചു വയ്ക്കും കേട്ടോ. അതിൻ്റെ ശേഷമാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. ഗ്രേവി അനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഞാൻ വഴറ്റണ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം ഉപ്പ് നോക്കാം, എന്നിട്ട് അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വയ്ക്കാം. അപ്പുറത്ത് ഞാൻ ഉപ്പേരിയിലേക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുകും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തി വറുത്തിടാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. എനിക്കിങ്ങനെ ഉപ്പേരിയിലേക്ക് പച്ചമുളക്, ചെറുള്ളി, ഒരു 2 വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതൊന്ന് മൂത്ത് വരണ സമയത്ത് ഇത് ഇട്ട് കൊടുക്കുക. ആ ഉപ്പേരി മാത്രം മതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ടാൻ വേണ്ടിയിട്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരല്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്നാണല്ലോ ഇട്ട് കൊടുക്കണത്. കഴുകി വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെ മതി വേവാൻ വേണ്ടിയിട്ട്. സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ കിടന്ന് വേവുകയും ചെയ്തു. എന്താ വെച്ചാൽ ഇത് ചെളുമ്പ മൂക്കാത്ത, അതുകൊണ്ട് വേവാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. മൂത്തതാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടിടുക. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കഴുകി വെക്കേണ്ടത്. നമ്മുടെ ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തൊരു കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇപ്പം ഇന്ന് പച്ചക്കറി വാങ്ങിയപ്പോൾ ഞാൻ ആ കുട്ടിയോട് പ്രത്യേകിച്ചും പറഞ്ഞു, മോനെ കുറച്ച് മല്ലിച്ചപ്പ് വെച്ചോളൂ എന്ന് പറഞ്ഞു. കുട്ടി അധികം മല്ലിച്ചപ്പൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിൽ നുറുക്കി ആക്കി വെച്ചു. ഇനി കറക്റ്റ് സമയത്ത് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണോ ചെയ്യാൻ പറ്റുക ആ കാര്യങ്ങൾ കിച്ചണിൽ വേഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പണികൾ അങ്ങോട്ട് ഒരുങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഈ തുടപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് ഇടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കും. എനിക്ക് എവിടെയെങ്കിലും ഒരു ലേശം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമല്ല കേട്ടോ, പിന്നെ മൊത്തത്തിൽ അവിടുന്ന് മുതൽ ഇങ്ങനെ അങ്ങോട്ട് തുടച്ച് വരും. അത് പിന്നെ അങ്ങോട്ട് ശീലമായ കാര്യം. അതങ്ങനെ അങ്ങോട്ട് കയ്യിൽ ഇങ്ങനെ പോയോണ്ടിരിക്കും. അതങ്ങോട്ട് മെയിൻറ്റാക്കേണ്ട ആവശ്യമില്ല. കൈവേദന കൂടുന്ന സമയത്താണ് പിന്നെ ഞാൻ ചിന്തിക്കുക, അയ്യോ ഇവിടെ മാത്രം തുടച്ചാൽ മതിയല്ലോ എന്ന്. ഇപ്പം പിന്നെ വേദനയ്ക്കൊക്കെ കുറച്ചൊക്കെ ഒരാൾക്ക് സമാധാനം ഉണ്ട്. അതുകൊണ്ട് പിന്നെ അഹങ്കാരം കുറച്ച് കൂടുന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് കേട്ടോ. പിന്നെ കിടക്കണോ അല്ല പടച്ചോനെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 100 ആളാണെന്ന് പറഞ്ഞില്ലേ, അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. നമുക്ക് വയ്ക്കുമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, വയ്യെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചെയ്യും, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യമൊക്കെ. അങ്ങനെ നമ്മളെല്ലാ പാത്രങ്ങളും ഒരു 2-3-4 പാത്രങ്ങളുണ്ടായിരുന്നു. അതങ്ങോട്ട് കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കൂടാൻ വേണ്ടി നിൽക്കണ്ട. കുറേശ്ശെ കാര്യങ്ങൾ അപ്പോൾ കൈയോടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വൃത്തിയും വെടുപ്പിൽ അങ്ങോട്ട് ആയി കിട്ടിക്കോളും. എപ്പോഴായാലും നമ്മൾ ചെയ്യണം. പിന്നെ അത് കൈയോടെ ചെയ്താൽ എന്താ കുഴപ്പം. ഇതാ നമ്മുടെ ചിക്കൻ കറി വെന്ത് സെറ്റായി. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചു. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എപ്പോഴും പറയണ പോലെ തന്നെ ചട്ടിയിലും കലത്തിലൊക്കെ ഉള്ളത് മാറ്റി ഒരു കുഞ്ഞ് പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ടും നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ എളുപ്പവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വലിയ പാത്രങ്ങൾ കഴുകി അങ്ങോട്ട് കൈയോടെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ അലമ്പായി കിടക്കാത്ത പോലെ തോന്നിട്ട് എനിക്കിങ്ങനെ കുഞ്ഞ് പാത്രത്തിലാക്കണം ഇഷ്ടം. കറി ഇതേ പറഞ്ഞ പോലെ ഈ ഒരു പാത്രത്തിലാക്കി വെക്കൂട്ടോ. എനിക്ക് ഇങ്ങനത്തെ 2-3-4 പാത്രം കിട്ടണമെന്നുണ്ട്. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. വളാഞ്ചേരി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ നിന്നാന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. അടച്ച് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല എളുപ്പമാണ്. ചപ്പാത്തിയൊക്കെ ചുട്ട് എനിക്ക് ആകെ ഈ ഒരു പാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചപ്പാത്തി ചുടാൻ വേണ്ടി കറിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാത്രത്തിലാക്കുക. ഇങ്ങനെ 2 ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഈസി ആവും കേട്ടോ. അങ്ങനെ അതൊക്കെ ആക്കി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വറുത്തിട്ടതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഇല്ലേ, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ കസരത്തും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ചോറ് വെക്കാൻ വേണ്ടി നിന്ന്. അത്ര വലിയ നേരമൊന്നും വൈകിയിട്ടില്ല കേട്ടോ. എന്നാലും കാര്യമൊക്കെ പറഞ്ഞിരുന്ന ലാസ്റ്റ് ആ പൂജട്ടിയോട് ഞാൻ പറഞ്ഞു, ഒയ്യടാ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്ന്. ഒരു 10 മിനിറ്റ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോറായി കിട്ടും. ഒരു 10-20 മിനിറ്റ് മതി. നമ്മുടെ റേഷൻ അരിയ ഒരു വിസിൽ വന്നിട്ട് ഒരു 8 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വറ്റ് തൊടാണ്ട് കണ്ടില്ലേ, ഇങ്ങനെ വെന്ത് തുടങ്ങി ഒന്നുമില്ല. അങ്ങനെ ചോറും ആയി എല്ലായിടവും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ചോറ് വിളമ്പിയിട്ടുണ്ട്. അമരയ്ക്ക ഉപ്പേരി, അരിനെല്ലിക്ക ഉപ്പിലിട്ടതും, ഓണത്തിൻ്റെ പുളിയഞ്ചി, പിന്നെ നമ്മുടെ ചിക്കൻ കറി. എന്താ വേണ്ട, പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ട്. അതിനൊരു അഹങ്കാരം ആവണ്ട വിചാരിച്ചിട്ട് പപ്പടം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കാച്ചിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഈ കിഴങ്ങ കറി ഇട്ടുള്ള സിമ്പിൾ കറിയില്ലേ, അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് വറുത്തരിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നാളികേരം നോക്കുമ്പോൾ ലേശം അതിനകത്ത് ഇരിക്കണുള്ളൂ. പിന്നെ 2 നാളികേരം ഇവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നു പോയടാ. ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അയ്യോ നാളികേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടായത്. എന്നാലും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനും പൂച്ചിട്ടിയും കൂടെ ചോറൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴുകി. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലൈവിൽ കയറാൻ വേണ്ടി. 2-3 ദിവസമായി ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ദിവസമായി നമ്മൾ ലൈവിലൊക്കെ കയറിയിട്ട് വയ്യാത്തതുകൊണ്ട് ഇനി നമ്മളിന്ന് ലൈവിലൊക്കെ കയറും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കഴിച്ചിരുന്ന പാത്രമില്ലേ, അതും കൂടെ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്സോ ഇനിയിപ്പോൾ 6 മണിക്ക് ഷോർട്സ് ഇടാണ്ട് 6:30 ലോങ് വീഡിയോ ഇടാണ്ട് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കും. 1 അവർ നമ്മൾ ലൈവിൽ കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ പരിപാടിക്കും അടിച്ചു വാരി തുടയ്ക്കാനും പിന്നെ വിളക്ക് വയ്ക്കാനും ആയിട്ട് ധൃതിയായിരിക്കും. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിരിക്കണോ ചിലപ്പോൾ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കിട്ടിയാൽ കിട്ടി. ആ ഒരു സമയത്ത് ഈ എഡിറ്റിംഗ് കഴിക്കും. ഇല്ലെങ്കിൽ പിന്നെ വേഗം ലൈവ് കഴിഞ്ഞിട്ട് ചടപടേ തന്നെ ചെയ്യും കേട്ടോ.
അല്ലെങ്കിൽ നട്ടപ്പാത്രയ്ക്കൊക്കെ ഇരുന്നിട്ട് എടുത്തിക്കും കാര്യം അതൊക്കെ ഓരോ ദിവസത്തെ മൂഡ് പോലെയും സമയത്തിൻ്റെ പോലെയൊക്കെ ചെയ്യും. അതാ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അതാത് സ്ഥലത്ത് തൂക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സുഖം, മൊത്തത്തിൽ വൃത്തിയായിരിക്കും. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ അല്ലേ ആകെ കൂടെ അലമ്പായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഈ സ്പ്രേ ബോട്ടിൽ ഈ ഒരു സ്മെല്ലിൻ്റെ സംഭവമല്ലേ ഇതാക്കി തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കിച്ചണൊക്കെ. എന്തെങ്കിലും ബാഡ് സ്മെല്ലോ നമ്മൾ ചിക്കൻ്റെയോ ഉളുമ്പുമണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ ഞാൻ ആ ഒരു നമ്മുടെ കിച്ചൺ സ്റ്റൗവില്ലേ അവിടെയൊക്കെ 2-3-4 ദിവസമായിട്ട് കറക്റ്റായിട്ട് തുടയ്ക്കാത്തതിനെ കൊണ്ടേ പിള്ളേർ കുക്കിങ്ങൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ തുരുമ്പ് വരും, പെട്ടെന്ന് വരും കേട്ടോ 2 ദിവസം കൊണ്ടൊക്കെ ഈ വെള്ളം തുടയ്ക്കാണ്ട് വെച്ചിട്ടൊക്കെ. അപ്പോൾ അവിടെ ഞാൻ ആ ഒരു കമ്പി ചകിരി ഇട്ട് ഉരച്ചാൽ ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് ഉരച്ചാൽ തന്നെ പെട്ടെന്ന് പൊക്കോളും. അപ്പോൾ അതൊന്ന് നിന്ന് ഉരച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ തുരുമ്പ് ഇങ്ങനെ പിടിക്കും, അപ്പോൾ ആകെ കൂടെ വൃത്തിയേടാവും. നമ്മളിങ്ങനെ തുടച്ചാൽ പോവില്ല, ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു കമ്പി ചകിരി കൊണ്ട് ഉരച്ചാൽ തന്നെ പൊക്കോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉരച്ച് വൃത്തിയാക്കി തുടച്ചെടുത്തു. ഇത് കുറേ പഴക്കമുള്ള സ്റ്റൗവാണ്. നമ്മുടെ അടിപൊളി ഒരു സ്റ്റൗവ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പഴയ വീട്ടിലൊക്കെ ആവണ സമയത്ത്, പഴയ റെൻ്റ് ഹൗസിലാവണ സമയത്ത് ഒരു ഗ്ലാസിൻ്റെ അത് ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് വാങ്ങിയതായിരുന്നു. പക്ഷെ അതിനെന്തോ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോ, അതിന് നേരാക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. വൃത്തിയായി ഇങ്ങനെ തുടച്ചെടുത്താൽ വൃത്തിയിൽ കിടന്നോളും. ഇത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല, പക്ഷേ നമുക്ക് ഉപകാരത്തിന് ഇപ്പോൾ ഇതേ ഉള്ളൂ എത്ര പറഞ്ഞാലും. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് അങ്ങനെ അങ്ങോട്ട് വൃത്തിയായി കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ മേലെ വെക്കണതിൻ്റെ ഒക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയെടുത്തു, കണ്ടില്ലേ എന്നാലും വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മേലെ വെക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കഴുകി. അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ട് എത്ര കഴുകിയാലും അത് വലിയ വൃത്തിയൊന്നും ആവില്ല. എന്നിട്ട് അതും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ കിച്ചണിലെ പരിപാടികൾ ഏറെക്കുറെ കഴിഞ്ഞു. പൂജിറ്റിൻ്റെ കിടക്കാൻ വേണ്ടി വിളിക്കേണ്ട ആൾക്ക് ഇനി 1 മണിക്കൂർ ഉറക്കമാണ് കേട്ടോ. ആ സമയത്ത് ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈവിൽ കയറിയിരിക്കണം. അപ്പോൾ അവൾക്ക് റെസ്റ്റും ആവും ഉറക്കവും ആവും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇനി എനിക്ക് ചെയ്യാനുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ഈ ഒരു വാഷ് ബേസ് ഇല്ലേ അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഇല്ലേ പാത്രം കഴുകണം അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പിന്നെ ഷാമ്പൂവോ അല്ലെങ്കിൽ സോപ്പ് പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. എന്നാൽ തന്നെ വൃത്തിയായിട്ട് കിടന്നോളും. ഇതൊരു സ്റ്റീലിൻ്റെ അല്ലേ, അതുകൊണ്ട് നമ്മൾ എത്രത്തോളം വൃത്തിയാക്കണോ അത്രത്തോളം അത് തിളങ്ങി കിടക്കൂട്ടോ. അപ്പോൾ ആ ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടു എന്നിട്ട് അതും കൂടെ ഒന്ന് കഴുകിയിട്ടു. അപ്പോൾ ഒരു സമാധാനം, ഒരു മനസ്സുഖം. കിച്ചൻ്റെ ഭാഗം അങ്ങോട്ട് വൃത്തിയായി. ബാക്കിയുള്ള എല്ലായിടും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അടിച്ചു വാരി തുടച്ച് കയ്യെത്തണ ഭാഗത്തൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പൂജുട്ടിയുടെ റൂമാണ് പിന്നെയും കൂടെ ഒന്നും കൂടെ അലമ്പായി എടുക്കുക. ബാക്കി ഇൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു കറക്റ്റ് ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക പാടാ. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്താവും ഇതേപോലെ എന്തെങ്കിലും അസുഖമൊക്കെ തല പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ആകെ കൂടെ അലമ്പ് കേസാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഇങ്ങോട്ട് വയ്ക്കണം, എപ്പോഴും നമ്മുടെ കയ്യെ എല്ലായിടത്തും ഒന്ന് എത്തി ഒതുക്കി വെക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല കേട്ടോ. എൻ്റെ കിച്ചൺ ഒന്ന് അടിച്ചു വാരിയിടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് അടച്ച് വീട്ടിലല്ല റൂമിൽ പോയിട്ട് ഇരിക്കുക. ഫാനൊക്കെ ഇട്ടിട്ട് ആകെ കൂടെ ഉഷ്ണിക്കണം കേട്ടോ. എന്താ വെച്ചാൽ കുറേ നല്ല ചൂടാ, ഇപ്പം നല്ല വെയിലല്ലേ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യും കൂടെ ആകുമ്പോൾ അതും കൂടെ വേർക്കില്ലേ. ഈ ഒരു ചുരിദാറില്ലേ ഒരു 5-6-7 വർഷമായിട്ടോ. എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിച്ച സമയത്ത് എനിക്കും എടുത്തമ്മയ്ക്കും കൂടെ ഒരുമിച്ച് എടുത്തായിരുന്നേ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. എടുത്തമ്മയുടെ അടുത്തത് ഉണ്ടാവും. ആളുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും ചീത്തയാവില്ല. എനിക്ക് കൊണ്ടുവരുന്നില്ല കേട്ടോ. ഇപ്പോൾ വണ്ണമൊക്കെ കുറഞ്ഞ് ഇപ്പം പഴയതൊക്കെ നല്ലോണം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ലൂസാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതെനിക്ക് കളയാൻ വേണ്ടിയിട്ടേ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കളറുകളൊക്കെ കേട്ടോ. ഒരുപാട് വർഷം മുന്നെത്തി, അതുകൊണ്ട് പണ്ടത്തെ മോഡലൊക്കെയാണ്. മുന്നിൽ വെൽവെറ്റ് ആയ കാരണം പെട്ടെന്ന് നാശമാവുമൊന്നുമില്ല. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അധികം ചീത്തയാവില്ല കേട്ടോ. ഞാൻ പൊന്നേ കറളയിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഡ്രസ്സുകളാണ്. അങ്ങനെ ഇതാ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടു. ഇനി നമ്മളൊന്ന് കിടന്ന് ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അംഗം എന്ന് പറയണത്. ചേച്ചി അടുക്കളയിൽ നിന്ന് പോകണില്ല എന്ന് എനിക്ക് തോന്നണ്ട. എന്താ വെച്ചാൽ കപ്പ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി 4:30 ആയപ്പോൾ ഞാൻ വേഗം ഇതാ കിച്ചണിൽ കയറി പൂജിറ്റി പറഞ്ഞു നമുക്കിത് കുത്തി വറുത്തിട്ടിട്ട് ചായക്ക് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പുറം പണിക്ക് നിൽക്കണതിൻ്റെ മുന്നേ, പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യണതിൻ്റെ മുന്നേ ഇതങ്ങോട്ട് ശരിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്സിനുള്ളതുമായി ഒരു ദുരുദ്ദേശം ഇല്ല. അതില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതങ്ങോട്ട് വെന്ത് റെഡി ആയിക്കോളും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാവുമല്ലോ വീട്ടിൽ. ക്ലീനിങ്ങും ഈ പറഞ്ഞ പോലെ അടിച്ചുവാരലും തുടക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കയ്യോടെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇത്തിരി ദിവസമായിട്ടോ ചെയ്യണം വിചാരിക്കുന്നു. അപ്പോഴാണല്ലോ നമ്മുടെ വെയ്യായും കേടൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയ്യെങ്കിൽ ഇവരെല്ലാവരും കൂടെ അത് പറഞ്ഞ് എൻ്റെ കുതിര മേല് കയറും. അപ്പോഴും പറഞ്ഞില്ലേ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറയും. അപ്പോൾ അത് കേൾക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പെൻഡിങ്ങിൽ ഇട്ടതായിരുന്നു കേട്ടോ. പിന്നെ അത് കുത്തി വറുത്തിട്ടാണുള്ള ചെറിയുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ കയ്യോടെ കുത്തി വെച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി കപ്പ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുക്കറിലും വെച്ചു. ഇനി നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന തുണിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിൽ വരും കേട്ടോ. ആ ഒരു തിരുമ്പാങ്കല്ലിൻ്റെ കണ്ണുകുട്ടി ഉണ്ടാക്കി തന്നത് സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരിക്കും കേട്ടോ. മറ്റേത് ഈ ഒരു സമയത്ത് ഈ തോട്ടിലേക്ക് ഓടണം, ആ സമയം പോവുകയാണ്. പിന്നെ എനിക്ക് വരുമ്പോഴേക്കും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ഒരുപാട് സമയം വൈകും. ആ ഒരു സമയത്ത് പിന്നെ കടന്ന് ഞാൻ ചക്രശ്വാസം വലിക്കണം.
ഇതാവുമ്പോൾ ഇത്തിരി നേരം നമുക്ക് നേരത്തെയോ വൈകിയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ത്രിസന്ധ്യ വിളക്ക് വീഴ്ത്തുന്നതിന് മുന്നേ അങ്ങോട്ട് തിരുമ്പിയിടാമല്ലോ വിചാരിച്ചു. പിന്നെ അതാ തിരുമ്പാനുള്ളത് ഞാൻ സോപ്പ് പൊടിയിൽ കുറച്ച് നേരം അങ്ങോട്ട് മുക്കിയിടാൻ വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ കണ്ണൻകുട്ടിയുടെ യൂണിഫോം ഉണ്ട്, അതിനകത്ത് ഇത്തിരി അഴുക്കുണ്ടാവും. ഞങ്ങളുടെയൊക്കെ ഡ്രസ്സിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, തല്ലി തിരുമ്പാനോ അല്ലെങ്കിൽ ഒരുപാട് മണ്ണോ പൊടിയൊന്നും ഉണ്ടാവില്ല. അവൻ്റെയാണ് കുറച്ചധികം ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ പണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്ത കിട്ടും. ഈ ചെടികളില്ലേ, അതിങ്ങനെ മതിലിൻ്റെ അവിടെയും ഈ ഒരു മുറ്റത്തൊക്കെ ഒരുപാടാവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടിരുന്ന് പറിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതിപ്പോൾ അതിൽ ഇരട്ടി ആയിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് പറിക്കുകയല്ലാതെ ഇവിടെ കൈക്കോട്ടില്ല. പിന്നെ അത് വാങ്ങാൻ വേണ്ടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണം. പിന്നെ അത് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കും. അങ്ങനെയൊക്കെ ഓരോ സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് കയ്യിൽ കവർ കെട്ടിയിട്ട് അങ്ങോട്ട് ഇതൊക്കെ തൂവാ കുടിച്ചാണ് കേട്ടോ. അത് ചൊറിഞ്ഞിട്ട് അലാക്കിൻ്റെ അവലും കഞ്ഞിയാവും. ഞാനപ്പോൾ കവറൊക്കെ കീശ കെട്ടിയിട്ടാണ് പറിക്കുന്നത്. എന്നാലും കൈമൊക്കെ ആവണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലേ വല്ല എഴുജന്തുക്കളും വന്നിരുന്ന് അറിയില്ല, അത്രത്തോളം ഈ പൊന്ത കെട്ടിയിട്ടില്ലേ പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട്. ഇനി കണ്ടോ, ഞാൻ ഇവിടെ അല്ല പയറോ ചീരയോ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ല ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അങ്ങനെയും ഉണ്ടാവില്ല. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ആ മതിലിൻ്റെ അവിടെ ഉള്ളൊക്കെ എനിക്ക് പറ്റണോടത്തോളം ഇങ്ങനെ കെട്ടി നിൽക്കണ പൊന്തി നിൽക്കണ പൊന്തകളൊക്കെ ഞാൻ പറിച്ചെടുത്തു. എന്നിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ വൃത്തിയാക്കാൻ വിചാരിച്ചു. ഒന്നാമത് നമ്മളവിടെ തിരുമ്പണിയാണ്. ഈ പുറത്ത് മുറ്റം നല്ല വൃത്തിയാണ് കേട്ടോ. നമ്മൾ വൃത്തിയാക്കണോടത്തോളം എവിടെയും നല്ല വൃത്തിയാവും. പിന്നെ വേനലും കൂടെ അല്ലേ. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പുറത്തൊരു അടുപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് പുറത്ത് അടുപ്പ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. വേനൽക്കാലം ഒന്നും കൂടെ മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇത്രയും കൂടെ ഉണ്ട് മഴയുടെ സമയം, അതും കൂടെ മാറിയിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അവിടെ ഉള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ ആക്കി ഒന്ന് അടിച്ച് വാരിയിട്ടപ്പോൾ എനിക്കൊരു സമാധാനമായിട്ട് അവിടേക്ക് ഒന്ന് വെളിച്ചം വെച്ച പോലെ തോന്നി. നമുക്കവിടെ ആ പൊന്തിങ്ങനെ നിൽക്കുമ്പോഴല്ലേ അറിയില്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. നമ്മൾ നമ്മുടെ കയ്യെത്തുന്ന ഭാഗത്ത് അങ്ങോട്ട് വൃത്തിയാക്കിയിടുക, അത്രയേ ഉള്ളൂ. ഒരുപാടായിട്ട് വൃത്തിയാക്കിയിടുന്നതിനെക്കാട്ടിലും നല്ല ഇങ്ങനെയാണ് കേട്ടോ. ഇനി പൂജട്ടിക്കും കണ്ണൻകുട്ടിയും കൂടെ അപ്പുറത്തെ ഭാഗത്ത് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും ഇപ്പുറത്തെ ഒരു ബാക്ക് ഭാഗവും ഉണ്ട്. അത് രണ്ടാളും കൂടെ ശരിയാക്കി തരണം പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു വാരി ഇതാ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഇനി വേഗം നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനം. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കാര്യം പറയാൻ വേണ്ടി അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെയും പോകട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കാര്യം പറഞ്ഞു നിൽക്കും. അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ കാര്യമായതുകൊണ്ട് പിന്നെ പണികളൊക്കെ അവിടെ ഇടും കേട്ടോ ഞാൻ. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ചെയ്യുമ്പോൾ അവർക്ക് എന്താ തോന്നുകയെന്ന് തോന്നും. ഇതാ കണ്ണൻകുട്ടിയുടെ ഷർട്ടിലില്ലേ നല്ല കാര്യമായിട്ട് ചളി ഉണ്ടാവും കേട്ടോ. ഒന്നില്ലെങ്കിൽ പാടത്ത് വീണിട്ട് വരും, ഇല്ലെങ്കിൽ അവിടെ നിന്ന് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും അവൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിഫോമിൽ അഴുക്കാവും. പൂജട്ടി തിരുമ്പി കഴിഞ്ഞാൽ അവന് വൃത്തിയാവില്ല. എന്നിട്ട് അവൻ അതും പറഞ്ഞിട്ടാണ് പിന്നെ പറയുക. എന്നിട്ട് രാവിലെ ആശാനെന്നെ ചില സമയങ്ങളിൽ അവന് തിരുമ്പി അവൾ വൃത്തിയായിട്ടില്ലെങ്കിൽ രാവിലെ ഒന്നുകൂടെ തിരുമ്പിയിട്ട് അയൺ ചെയ്തിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ ഞാൻ നല്ലോണം തിരുമ്പി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഇനി ഊരി പിഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അതാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പറയലുണ്ട്, കാര്യം നടക്കണമുണ്ട് കേട്ടോ. ഈ ഒരു ചുരിദാറിൻ്റെ പാൻറ് എന്ന് പറയുന്നതല്ല കേട്ടോ. അതിൻ്റെ പാൻറ്റൊക്കെ എവിടെയാണ് നാശമായി തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളായിരുന്ന ഒരു ലൈന. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരു പുതിയത് ഒരെണ്ണം മേടിക്കണം. എന്നിട്ട് ലൈസൊക്കെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത് ഞാനും പോയിട്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തിരുമ്പൽ കഴിഞ്ഞു. ഊരി പിഴിഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മുടെ വീട്ടിലാണ് ഇത്തിക്കാട്ടിലും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിലോ കുളത്തിലോ ഒക്കെ പോയിട്ട് തിരുമ്പൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട മടിയും പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ചേച്ചിമാരൊക്കെ ആയിട്ട് അവിടെ തിരുമ്പാൻ വേണ്ടിയിട്ടും ആൾക്കാരുണ്ടാവും. പിന്നെ പോയി വരേണ്ട ഒരു സമയമൊക്കെ കൂടെ ആയിട്ട് മടിയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് തോട്ടിലേക്ക് ഓടുക കാരണം നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ അത് കാരണം ചില ദിവസങ്ങൾ വൈകില്ലെങ്കിൽ അത് തിരുമ്പാൻ കൂടിയിട്ട് പിറ്റേ ദിവസം 2 ബക്കറ്റൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ 4 അല്ലെങ്കിൽ നമുക്ക് വേഗം കൈയോടെ കുത്തി തിരുമ്പിയിടാം. പിന്നെ ഇനി പൂജിട്ടിട്ട് ആണെങ്കിൽ അവൾ തിരുമ്പിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്കിനിപ്പോൾ അലക്കാൻ വേണ്ടി കൂടില്ല. ശനിയോ ഞായറോ നമുക്ക് ആഴ്ചയിൽ വിരിപ്പും പൊതുപ്പ് ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് തോട്ടിലോ കുളത്തിലോ പോവാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് ലാഭമാണ്. ഇതിൽ വിരിപ്പും പൊതുപ്പും തിരുമ്പാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കല്ലത്ര വലിയ വീതിയില്ലല്ലോ. അതുകൊണ്ട് എന്നാലും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് നല്ലത് തോടും കുളമൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് മിസ് ചെയ്യുമ്പോൾ ഓടി പോവുകയും ചെയ്യാം. അത്ര വലിയ ദൂരമൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി വന്നിട്ടുണ്ട്. അവളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തിരുമ്പൽ കഴിഞ്ഞു. കൂടെ ഉണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ. അതാണ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ പുല്ല് ഇവിടെയും കൂടെ ഇതും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചേൻ്റെ പിറ്റത്തെ ആഴ്ച അവിടുത്തെ പുല്ല് പറിച്ചിട്ടിട്ടുള്ളൂ. ഇതാ പറഞ്ഞ പോലെ അവിടെയും വളർന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വല്ല മത്തനോ കുമ്പളങ്ങ എന്തെങ്കിലും കുത്താൻ നോക്കണം. എന്നാൽ ഇനി ഉണ്ടാവുകയാണെങ്കിലോ ഇല്ലെങ്കിലാ ഞാൻ പറയാം പൂജനോട് ഞാനെങ്ങാനും നട്ടിട്ട് ഇല്ലെങ്കിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരോട് പറയാൻ, വെറുതെ പൊന്തളോട് വെറുതെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട്
നിൽക്കുകയാണേ. അങ്ങനെ പൊന്തോളും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടിട്ട് എനിക്ക് ഈ തുളസി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിന് ചുറ്റും ഈ തുളസി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കണ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ മുറ്റത്ത് കുഞ്ഞതായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിച്ചിയിട്ട് ഒരു പിടി കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ കൈക്കോട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കൊമ്പോ ചുള്ളിയോണ്ടൊക്കെ ഇങ്ങനെ കുഴി കുത്തിയിട്ട് വേണം നമുക്കിത് നടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു കുണ്ടൊക്കെ ആക്കിയിട്ട് ആ തുളസി അവിടെ നട്ടിട്ടുണ്ട്. ഇനി എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ തുളസി എന്നല്ല വരിക. ഞാനതുകൊണ്ട് കാര്യമായിട്ട് ഇനി അത് ശ്രദ്ധ തെറ്റണ്ട വിചാരിച്ച് തുളസി എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും കൂടെ കുറച്ചും കൂടെ പുല്ല് കണ്ടപ്പോൾ കൈയോടെ എനിക്ക് പറ്റുന്നത് അങ്ങോട്ട് പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കൈ അങ്ങനെ അമുക്കി മാന്തുമ്പോൾ നമ്മുടെ കൈൻ്റെ ഊനം ചീന്തും. അതുകൊണ്ട് ഞാൻ ആ നല്ല പറ്റിയിരിക്കണമെന്നും എടുത്തിട്ടില്ല. കുറച്ചിങ്ങനെ മുളച്ച് വന്നതൊക്കെ പറിച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അവരങ്ങോട്ട് വളർന്ന് പന്തലിച്ച് വരട്ടെ. നമുക്ക് മാത്രം ഫുഡ് കിട്ടിയാൽ പോരല്ലോ. എനിക്കൊരു ചെടിക്ക് വെള്ളം നനച്ചു കൊടുത്തിട്ടേ അപ്പുറത്തേന് കുറച്ച് തുള്ളി കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തോ പോലെ ആവുമെന്നൊക്കെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൂജിട്ടി പറയും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളോ ചോദിക്കും. എനിക്ക് ഒരു കപ്പ് വെള്ളം കൂടുതൽ അതിന് കിട്ടിയിട്ട് ഇപ്പുറത്തെ ചെടിക്ക് ആ ഒരു തുള്ളി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശപ്പ് മാറും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് പാടാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് അപ്പുറത്ത് കവുങ്ങിനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിനും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കിട്ടിയിട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ സങ്കടമാവില്ലേ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഈ തൊടിയിൽ നിൽക്കുന്ന എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടിയിരുന്നു പറയും പൂജുട്ടി. കാര്യം ശരിയാ. എന്നാലും എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പച്ചണ പോലെയൊക്കെ എല്ലാത്തിനും വെള്ളമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് സിറ്റ് ഔട്ടാണ് തുടച്ചെടുത്തു. ബാക്കി എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുക. അടുപ്പിൽ നിന്ന് എല്ലായിടവും തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഴുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് സിറ്റ് ഔട്ട് മാത്രം ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടില്ലേ മൊത്തത്തിൽ തുടയ്ക്കുമ്പോഴേക്കും എൻ്റെ കിളി പോകും. അപ്പോൾ ഞാൻ എന്താക്കിച്ചാൽ സിറ്റ് ഔട്ട് മാത്രം തുടച്ചിട്ടു. ബാക്കിയുള്ളിടത്തൊന്നും വലിയ അലമ്പില്ല. അതുകൊണ്ട് അടിച്ചു വാരി പൂജിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും എനിക്ക് കയറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെരുപ്പ് അങ്ങനെ ഒതുക്കി വെച്ചു. ഞാൻ എത്ര ഒതുക്കി വെച്ചാലും എൻ്റെ ചെക്കൻ വന്നിട്ട് അതൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടിട്ട് ചെറിയ കുട്ടികളെക്കാൾ അപ്പുറം അവൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന സാധനം കൂടെ അവൻ തട്ടിയിടും കേട്ടോ. എന്നിട്ടാണ് അവൻ പോവുക. ഒരു സാധനം എവിടെ എടുത്ത് വെച്ചാൽ അത് അവിടെ ഇടും. അങ്ങനെയൊക്കെയാണ്. കുറേൻ്റെ എന്ത് ചീത്തയും കേൾക്കും അടിയും പൊട്ടും. ഇപ്പോൾ കുറേയൊക്കെ കണ്ണാന്ന് വിളിക്കുമ്പോഴേക്കും ചിലപ്പോൾ വന്ന് നോക്കും എവിടെ ഞാനല്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയും ഞാനല്ലാന്നുണ്ടെങ്കിലും അതെടുത്ത് വെച്ചോ എന്ന്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വലിച്ചിടണ്ടല്ലോ ഞാൻ ശരിയാക്കാം, നിങ്ങൾ വലിച്ചിടുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അവനാണ് ഈ വലിച്ചിടേണ്ട ആശാൻ, ഈ അലമ്പാക്കണ ആശാൻ കേട്ടോ. എന്നിട്ട് ഈ മുറ്റത്ത് വലിയ ചപ്പൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ കരടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് അടിച്ച് വരാൻ വിചാരിച്ചു. എല്ലാവരും വൃത്തിയാക്കി കിടക്കല്ലേ, ഇനി ഇവിടെ മാത്രം അലമ്പാവണ്ട വിചാരിച്ചിട്ട് അവിടെയും കൂടെ അടിച്ച് വാരിയിട്ടിട്ട് ഇനി ഞാൻ വേഗം ഒന്ന് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. പൂജിട്ടിയാണെന്ന് വിളക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിളക്ക് വെക്കണമെന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാൻ മേലെഴുകായിരുന്നു. ഇനി നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ പുകയ്ക്കണേ, ഈ ഒരു സാധനം പുകയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുന്തിരിക്കും. ആ ഒരു കട്ട അയ്യോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബ് വരും, നമുക്ക് പോസിറ്റീവ് എനർജി വരും. വൈകിട്ട് രാവിലെയൊക്കെ ഇത് ഇങ്ങനെ പുകയ്ക്കുകയാണെങ്കിൽ ഞാൻ ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ പുകച്ച് വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ഒരു നല്ല സ്മെല്ലായിരിക്കും. റൂമിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഡോർ അടച്ചിടും. അപ്പോൾ ആ റൂമിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരും. എൻ്റെ റൂമിലും ഇങ്ങനെ ആക്കിയിട്ട് അടച്ചിടും. വൈകിട്ട് ഇങ്ങനെ ഈ ഒരു ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞാലേ ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ്. ആ ഒരു പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താണോ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നേക്ക് അതിനുണ്ട് കേട്ടോ. അതുപോലെയാണ് എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും വീടിങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇന്നെ തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ കുളി കഴിഞ്ഞ് ഒരു ലിപ്സ്റ്റിക് ഇട്ടൊരു പൊട്ടിട്ടാൽ തന്നെ എനിക്ക് അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക, സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. അല്ല കാര്യമായിട്ട് വേറൊരാളും വന്ന് നമുക്കിതൊന്നും ചെയ്തു തരാല്ലേ, അതാ ലിപ്സ്റ്റിക് ഇട്ടോ അല്ലെങ്കിൽ പൊട്ടിട്ടോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ തന്നെ ഒരുക്കുക, നമ്മൾ തന്നെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ കപ്പയായി. ഉള്ളിയും മുളകും കടുകൊക്കെ കുത്തി കാച്ചി കപ്പയായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കണ്ണൻകുട്ടി കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി അവൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് അവന് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ ബൈ, സീ യു.